വീക്ക് ഓട്ടോമോട്ടീവ്സിൻ്റെ അതായത് Bhasikuttan ഓട്ടോമോട്ടീവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഏതുകൊണ്ടായിട്ടാണ് എത്തിയിരിക്കുന്നത്? TATA Nexon. നമ്മളിന്ന് നെക്സോണിൻ്റെ റിവ്യൂ മാത്രമല്ല, നമ്മൾ നെക്സോണിൻ്റെ സ്റ്റീരിയോ കേട്ടാണ് അപ്പോൾ ഒരു ഭാഗം കൂടി കാണിച്ചിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ മരത്താക്കരയാണുള്ളത്. മരത്താക്കര നമ്മുടെ ചേട്ടൻ്റെ കടയിലാണ്, അർജുൻ ചേട്ടൻ്റെ കടയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓട്ടോമാൻഡോയിലാണ് ഉള്ളത്. അപ്പോൾ കടയുടെ നമ്മുടെ ചേട്ടൻ അർജുൻ ചേട്ടനാണ് വർക്കൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഈ സ്റ്റീരിയാണ് കയറ്റാൻ പോണേ. ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കും. നമ്മൾ ചെയ്യണത് ഓയിൽ ഫിറ്റ്മെന്റ് ആണ്. കറക്റ്റ് ഫിറ്റ്മെന്റ് ആയിരിക്കും. വേറെ വയറിട്ടി കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ 2GB RAM 16 ഇന്റർണൽ എല്ലാം 1 year റീപ്ലേസ്മെന്റ് വേണ്ടി നമുക്ക് എല്ലാ ആപ്സും സപ്പോർട്ട് ചെയ്യും. ബ്ലൂടൂത്ത് എല്ലാ സംഭവമുണ്ട്. ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യും. ആണ് നമ്മുടെ ഡിസ്പ്ലേ വരുന്നത്. കറക്റ്റ് ഫിറ്റ്മെന്റ്. ഇതാണ് ഈ സ്റ്റീരിയോ കയറ്റണതിന് മുമ്പുള്ള ഒരു കമ്പനി FM ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് സ്റ്റീരിയോ വർക്കിങ്ങിൻ്റെ ആ ഒരു ഭാഗങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പഴയ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഒരു FM-ൻ്റെ ആ ഒരു ഇത് നമ്മൾ അയച്ചെടുത്തു. ഇനി നമ്മൾ പുതിയ സ്റ്റീരിയോ കയറ്റാൻ പോവാണ്. അതൊരു ഈ ഒരു ഹൈറ്റ് വരും, പക്ക ഫിനിഷിംഗ് ആയിട്ട് തന്നെയാണ് വരിക. അപ്പോൾ നമ്മുടെ സ്റ്റീരിയോയുടെ വയറിംഗ് സെക്ഷനും ഫുൾ കിറ്റ് ആ ഒരു ഇത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇനി വർക്കിലേക്ക് വെക്കാം. ഗൈസ്, അപ്പോൾ നെക്സോണിൻ്റെ XM വേരിയൻ്റാണ് നമ്മുടെ ഉള്ള പെട്രോൾ വണ്ടിയാണ്. ലാൻഡ് റോവറിലേക്ക് ഇതിൻ്റെ ഡിസൈനിങ് കൊടുത്ത പിന്നെ മാസീവായിട്ടുള്ള ലുക്കാണ് ടാറ്റയുടെ വണ്ടികൾക്ക്. ഇപ്പോൾ കണ്ടില്ലേ, ഇവരുടെ ഒരു DRL പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ് വന്നിട്ടുണ്ട്. ഇവിടെ ഫോഗ് ലാമ്പാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതാണ് ഗ്രില്ലിൻ്റെ പോർഷൻ വരുന്നത്. ഗ്രില്ലെന്ന് പറയാൻ പറ്റില്ല, ഗ്രില്ല് ഇവിടെ ചെറുതായിട്ടുള്ള ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ടാറ്റയുടെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ റേഡിയേറ്ററിൻ്റെ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇതിന് ക്രോം പ്ലേറ്റിംഗ് ഒക്കെ ഫുൾ ഓപ്ഷനിൽ വരും. പിന്നെ ഈ ഒരു ബോണറ്റ് അത് നല്ലൊരു മറ്റേ ഗ്ലോബൽ ക്രാഷ് ടെസ്റ്റിലൊക്കെ 5 സ്റ്റാർ ഇന്ത്യയിൽ ആകെ ആദ്യമായിട്ട് നേടിയ വണ്ടിയാണ് ടാറ്റ നെക്സോൺ. അപ്പോൾ 5500 RPM ആണ് വണ്ടിയുടെ പവർ വരുന്നത്. പിന്നെ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ 3 സിലിണ്ടർ എഞ്ചിനാണ് വന്നിരിക്കുന്ന വണ്ടിക്ക്. 17 കിലോമീറ്റർ മൈലേജാണ് കമ്പനി പറയണേ. പിന്നെ ഓടിക്കുന്നതിൻ്റെ അനുസരിച്ചിരിക്കും മൈലേജ്. പിന്നെ 8 ലക്ഷം തൊട്ടാണ് വണ്ടി ഈ ഒരു മോഡലിന് സ്റ്റാർട്ടിങ് തുടങ്ങണേ. ഓക്കെ, അപ്പോൾ ഈ അലോയ് വീല് നമ്മൾ വേറെ കയറ്റിയിട്ടുള്ളതാണ് ഈ വണ്ടിക്ക്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി അലോയ്സാണ്. പിന്നെ കമ്പനി വരുന്നതും നല്ല ഭംഗിയുള്ളതൊക്കെ തന്നെ. അപ്പോൾ ഈ XM മോഡലിന് സാധാ വീൽ തന്നെയാണല്ലോ. അപ്പോൾ ഇതൊരു അപ്സൈസ് ചെയ്ത ടയറും ബ്രിഡ്സ്റ്റോണിൻ്റെ നോക്കുന്നത്. ഇനി ഇവിടെ മിറർ കൊടുത്തിട്ടുണ്ട്. മിററൊക്കെ നമുക്ക് അകത്തിരുന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലൊരു മിററിൽ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാറ്റയുടെ ഇപ്പോൾ നെക്സോണിലൊക്കെ ഇവിടെ തൊട്ട് വൈറ്റ് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അതിഷ്ടമില്ലാത്തവർ ചിലപ്പോൾ ബ്ലാക്ക് ആക്കാറുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർക്ക് ഇത് മാറ്റാം. പിന്നെ ഈ വീല് വരുമ്പോൾ ഇവിടെ സ്കൈ ബ്ലൂ കളറിലാണ് വരിക. ഓക്കെ, അപ്പോൾ ടാറ്റയുടെ വണ്ടികളുടെ ബാക്ക് വശമാണ് ഏറ്റവും നല്ല ലുക്കായിട്ട് അവർ കൊടുത്ത് നോക്കണേ. ഹാരിയർ ആയാലും നെക്സോൺ ആയാലും അൾട്രോസ് ആയാലും ഇതിനെ യൂണിയൻ ജാക്ക് ഡിസൈൻ എന്നാണ് കമ്പനി പറയണേ. അത് ബ്രിട്ടീഷ് ഫ്ലാഗിലുള്ള ഒരു എന്തോ സംഭവമാണ്. ഇവിടെ ഉണ്ട് ആ ഒരു വൈറ്റ് ഫിനിഷിങ്. പിന്നെ നെക്സോൺ ഒരു അഭിമാനത്തോടെ കൊടുത്തിട്ടുണ്ട്. 5 സ്റ്റാർ ഇന്ത്യയിൽ നേടിത്തന്ന ആദ്യത്തെ കാറാണ്. പിന്നെ അൾട്രോസിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബമ്പർ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്പർ പ്ലേറ്റിൻ്റെ ഇത് വരിക. പിന്നെ ഇവിടെ ഒരു ഹൈ ബ്ലാക്ക് അത് കൊടുത്തിട്ടുണ്ട്.
ഇവിടെ ടാറ്റയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബൂട്ട് ലാബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തെങ്കിലും മീറ്റ് നമ്മൾ ഇറച്ചിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഇവിടെ തൂക്കിടാൻ. അപ്പോൾ ഇതിലൊന്നും ആവില്ലല്ലോ. പിന്നെ അടിയിലാണ് ഇതിൻ്റെ സ്പെയർ വീല് കൊടുത്തോക്കണേ. ഓക്കെ, സാധാ ഒരു വീൽ തന്നെയാണ് കൊടുത്തോക്കണം. ഈ വീൽ തന്നെ സാധാരണ എക്സം മോഡലിന് നമ്മൾ എക്സ്ട്രാ ലൈസ് കയറ്റിയുന്നുണ്ട്. അപ്പോൾ നെക്സോണിൻ്റെ കീയാണിത്. ഇതിലിപ്പോൾ കീല സെൻറ്റർ ഒന്നുമില്ല, സാധാ അൺലോക്ക് തന്നെ. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ അടിപൊളി ഒരു ഡോർ പാഡാണ് കാണുന്നത്. ഇവിടെ എല്ലാ വിൻഡോസിൻ്റെയും കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോർ തുറക്കാനുള്ളത്. പിന്നെ ഇവിടെ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റിംഗ് മിറേഴ്സാണ് കൊടുക്കണത്. റിവേഴ്സ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ലെഫ്റ്റിലത്തെ റിവേഴ്സ് അല്ലാത്ത റൈറ്റ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഓട്ടോമാറ്റിക്കൽ വേരിയൻ്റാണ്. അപ്പോൾ ഇവിടെ ഡെഡ് പെഡലൊന്നും കാര്യമായിട്ട് കൊടുത്തിട്ടില്ല. ബ്രേക്ക്, ആക്സിലേറ്റർ, ഇവിടെ ബോണറ്റ് ഓപ്പണിങ്, പെട്രോൾ ഓപ്പണിങ് അത്രേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ഒരു AC വെൻ്റ് വന്നിട്ടുണ്ട്. നല്ല കൂളിങ്ങുള്ളൊരു AC തന്നെയാണ് വണ്ടിക്ക് കൊടുത്തു നോക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ സ്റ്റീരിയോ നമ്മളിപ്പോൾ എക്സ്ട്രാ കയറ്റിയതാണ്. നമ്മുടെ ഓട്ടോമാൻഡോന്ന് മരത്താക്കരയുള്ള ആ ഷോപ്പാണ്. ഷോപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണമായിരിക്കും. കടയുടെ പേര് തന്നെ മാർക്കറ്റ് ഓട്ടോമാൻഡോ മരത്താക്കര സിഗ്നലിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഇറക്കുമ്പോൾ. അപ്പോൾ നമ്മൾ കൊച്ചി സൈഡിലേക്കാണെങ്കിൽ പോകണമെങ്കിൽ ഇപ്പുറത്തേക്ക് ഇറക്കുമ്പോൾ എറണാകുളക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു നോബാണ് കൊടുത്തേക്കണത്. ഓട്ടോമാറ്റിക്കൽ വേരിയൻ്റ് ഉണ്ട്. ഇപ്പോൾ റിവേഴ്സ്, ന്യൂട്രൽ, ഓട്ടോമാറ്റിക്. പിന്നെ ഓട്ടോമാറ്റിക് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇഷ്ടമില്ലാന്ന് തോന്നിയാൽ മാനുവലായിട്ട് വണ്ടി ഓടിക്കാം. ഇപ്പോൾ പ്ലസ്, മൈനസ് അങ്ങനെയായിട്ട്. പിന്നെ 3 നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈവിംഗ് മോഡ് വന്നിട്ടുണ്ട്. സിറ്റി മോഡ്, പിന്നെ എക്കോ മോഡ്, സ്പോർട്ട് മോഡ്. അത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ, പേഴ്സ് ഹോൾഡർ അതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇതാണ് ഓർത്തോക്കണേ. പിന്നെ ഇവിടെയാണ് AC, കൂളിങ്, ഹീറ്ററിൻ്റെ കൺട്രോള്, പിന്നെ ഫാനിൻ്റെ കൺട്രോള്, പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോള്. പിന്നെ ബൂട്ട് ഓപ്പൺ ഇവിടെയാണ് വന്ന് നോക്കണേ. പിന്നെ റയറായിട്ടുള്ള കൂളിങ്, AC വെൻസ്. ഓക്കെ, സ്റ്റീരിയോ അടിപൊളി സ്റ്റീരിയോ ആണ്. കമ്പനി ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ കൊടുത്തേക്കണ അതേ സംഭവം തന്നെയാണ് നമ്മൾ വാങ്ങിച്ച് എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്നത്. അതിൽ വയറിംഗ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല. കപ്ലർ ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ കയറ്റി വെച്ചേക്കണേ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ഡ്രൈവിംഗ് മോഡലുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ ഇപ്പോൾ സിറ്റി മോഡലാണ് കിടക്കണേ. സിറ്റി മോഡൽ എന്ന് പറയുമ്പോൾ ട്രാഫിക്കിലൊക്കെ നമുക്ക് സുഖമായിട്ട് പോകാം. പിന്നെ സ്പോർട്ട് മോഡലുണ്ട്. സ്പോർട്ട് മോഡലാണ് വണ്ടി മാക്സിമം പവർ എടുത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ഓടിച്ച് പോകാം. പിന്നെ എക്കോ മോഡ് എന്ന് പറയുമ്പോൾ മൈലേജ് കുറവാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. പിന്നെ ഈ വണ്ടി അടിപൊളിയാണ്. പക്ഷേ നമ്മുടെ അരുൺ ചേട്ടൻ എടുത്ത കാരണമാണ് വണ്ടിക്ക് എനിക്കൊക്കെ ഇത്തിരി പ്രിയം തോന്നാൻ കാരണം അത്ര അടിപൊളി വണ്ടിയാണ് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അരുൺ ചേട്ടാ വണ്ടി വിറ്റിട്ട് ഇപ്പോൾ ഹാരിയർ എടുത്തു. അപ്പോൾ റയർ വ്യൂ മിറർ വന്നേക്കണത് ഓട്ടോ ഡിമ്മൊന്നല്ല, മാനുവൽ തന്നെയാണ്. പിന്നെ കോ ഡ്രൈവർ സീറ്റ് ഉണ്ട്. ഇവിടെ കോ ഡ്രൈവർ സീറ്റും നല്ല കംഫർട്ടാണ് ഇരിക്കാനായിട്ട്. നല്ല സ്പേസ് ഉണ്ട്. പിന്നെ അവിടെ ഒരു വിൻഡോ കൺട്രോൾ മാത്രമല്ല, പിന്നെ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഡ്രൈവർ സീറ്റ് ഇവിടെ സൈഡിൽ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പ് ആൻഡ് ഡൗൺ ഒന്നും ഞാൻ കണ്ടില്ല കാര്യമായിട്ട്. അപ്പോൾ നെക്സോണിൽ നമ്മളിപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ കടയിൽ നിന്ന് കയറ്റിയ സ്റ്റീരിയോ ഉണ്ട്. അതിൽ പാട്ട് വെച്ച് കാണിച്ചു തരാം. പിന്നെ ടാറ്റയുടെ മ്യൂസിക് സിസ്റ്റം തന്നെയാണ് ഇപ്പോൾ ഇതിലുള്ള സബ്. സ്റ്റീരിയോ നമ്മൾ എക്സ്ട്രാ കയറ്റി. പിന്നെ ബാക്കിൽ റിവേഴ്സ് ക്യാമറ കയറ്റിയിട്ടുണ്ട്, അതും കാണിച്ചു തരാം. അപ്പോൾ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് റിവേഴ്സ് ക്യാമിൻ്റെ ആ ഒരു സ്പെസിഫിക്കേഷൻ ഇട്ട് കാണിക്കാം. ഇതാണ് ആ ഒരു ക്ലാരിറ്റി, കണ്ടില്ലേ? നന്നായിട്ട് നമുക്ക് ബാക്ക് എടുക്കുമ്പോഴേക്ക് റിവേഴ്സ് എടുക്കുമ്പോഴേക്ക് കാണാം. അപ്പം നമുക്ക് നെക്സോണിൻ്റെ ബാക്ക് സ്പേസ് കാണിച്ചു തരാം. നല്ലൊരു ബാക്കിൽ തന്നെ സ്പേസ് ഒക്കെ ഉള്ള വണ്ടി തന്നെയാണ്. ഒട്ടൊന്നും ഇടിക്കൊന്നുമില്ല. കണ്ടാ കൂളായിട്ട് ഇങ്ങനെ ചാരി ഇരുന്നൊക്കെ നമുക്ക് പോകാം. ഇവിടെ AC വെൻ്റ് വരേണ്ടതായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു സ്പേസാണ് കൊടുത്തേക്കുന്നത്. ഓപ്ഷനിൽ ഉണ്ടാണോ അറിയില്ല. ഓക്കെ, പിന്നെ സൺറൂഫ് ഏറ്റവും കൂടിയ മോഡലിനാണുള്ളത്. Don't stop.
ഗൈസ്, അപ്പോൾ നെക്സോണിൻ്റെ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ ഇവിടെ വെച്ച് വീഡിയോ എൻ്റെ ആണ്. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ഈ സ്റ്റീരിയോൻ്റെ വർക്കും റിവേഴ്സ് ക്യാമിൻ്റെ വർക്കും ചെയ്തത് നമ്മളെ മരത്താക്കരയുള്ള ഓട്ടോമാൻഡോയിലാണ്. അപ്പോൾ അർജുൻ ചേട്ടനാണ് കടയിലത്തെ മെയിൻ ചേട്ടൻ. അപ്പോൾ ഇനിയും വണ്ടിയുടെ എന്ത് വർക്ക് ഉണ്ടെങ്കിലും അർജുൻ ചേട്ടനെ കോൺടാക്ട് ചെയ്തോളൂ. നമ്പറും പിന്നെ ചേട്ടൻ്റെ ചാനലും ഉണ്ട്, അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ ബേസിൽ വന്ന ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കില്ലേ? ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ മുമ്പെടുത്ത പോളോ ഇല്ലേ, വോക്സ്വാഗൻ പോളോ, അതിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അടിപൊളി ഒരു അലോയ്സാണ്. അപ്പോൾ ഇത് വേണ്ടവർ ഈ അർജുൻ ചേട്ടനായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇതിൻ്റെ 4 വീൽസ് കൂടെ ഉണ്ട്. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കിയിട്ട് കൊടുക്കുന്നതായിരിക്കും. ഇതിപ്പോൾ ഇവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഓക്കെ.